എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നമ്മുടെ ഷാജി എല്ലാവർക്കും അറിയാലോ. നിങ്ങളെയോ? നിങ്ങളെ അറിയാത്തവരാരെങ്കിലും ഈ നാട്ടിലുണ്ടോ? സംഭവം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സ്ത്രീ എപ്പോഴും യൂട്യൂബ് ചാനലിൽ വന്ന് സ്വന്തം ഉമ്മക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവനെ പുണ്യം ചെയ്യണം. എന്റെ ഉമ്മ അങ്ങനെയാണ്, എന്റെ ഉമ്മ എങ്ങനെയാണ്, എന്റെ ഉമ്മക്ക് എന്നോട് തീരെ സ്നേഹമില്ല, എങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പ്രത്യേക ടൈപ്പാണ്. അവസാനം സഹി കെട്ടി ഉമ്മ എന്താക്കി, ഷാജിദിനെ അങ്ങ് വീട്ടിൽ നിന്ന് പുറത്താക്കി. നീ എന്നോട് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴ്ത്തപ്പോ? എന്തായാലും അന്ന് ഷാജിദിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഷാജിദ് ഉമ്മാനെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഷെഡ് ഡാൻസ് എന്റെ കൈവശമുണ്ട്, ഞാനത് പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ? നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ്. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. വെട്ട് മടാള് വെട്ട് വെട്ട്, ഞാൻ കാണട്ടെ വെട്ടണത്. വെട്ട് 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 വെട്ട്. നല്ല ഇണക്കവും ചേർച്ചേ ഉള്ള കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ഇത് ഒന്നാം തരം പോക്കൃത്തനം എന്നൊന്നും പറഞ്ഞാൽ കൂടി പോവില്ല. അതിന്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ പറയാനാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ല അതിന്റേതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. മടാൾ എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണേ? എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണേ? തൽക്കാമത്ത് എന്നെ മക്കളെ കൊല്ലാനാ, വെട്ടി കൊല്ലാനാ? എന്നടാ പണിയിട്ട് இருக்கீங்க? ആ ഉമ്മാക്ക് ഇനി ജീവിതത്തിൽ വേറെ ഒന്നും കുറച്ചിലായിട്ട് കിട്ടാനില്ല. പെറ്റുപോയല്ലോ എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. വാഴയും വെച്ചാ മതിയായിരുന്നു. ഇപ്പൊ വെട്ട്, ധൈര്യമുള്ള പെണ്ണാണ്. ഇപ്പൊ ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. കല്യാണി ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നണേ. പല ജാതി ഉൾപ്പില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒന്നിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഭർത്താവെ ചതിക്കുകയാണോ? നാളെ യൂട്യൂബിലിടാം. ഇത്രയും കാലം വളർത്തി പഠിപ്പിച്ച് വലുതാക്കി എന്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ, ഇനി ഒന്നും പേടിക്കാനില്ല. സ്വന്തം ഉമ്മാനായിട്ട് വായിക്കിടുന്നതും ആ ഉമ്മ ഡാൻസ് കളിക്കുന്നതൊക്കെ വീഡിയോ പകർത്തിയിട്ട് യൂട്യൂബിൽ ഇടാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ മനുഷ്യൻ എത്രത്തോളം അതപ്പതിച്ചെന്ന് നോക്കി നിങ്ങൾ. എന്തായാലും ഇമ്മാതിരി ഉൾപ്പെട്ട പരിപാടി ആരും ചെയ്യൂല. എന്റെ മനസ്സ് ഇത്രമാത്രം കല്യാണം എന്നാ എനിക്ക് മനസ്സിലായത്. മനുഷ്യന് ലജ്ജ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എന്നെ പറ്റി അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. പിരിഞ്ഞ് പക്ഷേ